ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റൂയി ലോപ്പസ് ഓപ്പണിങ്ങിലെ ഒരു ഫേമസ് ട്രാപ്പാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വേഗം പോകാം. റൂയി ലോപ്പസ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് വൈറ്റ് E4 കളിച്ചുകൊണ്ടാണ്. ഇതിനുശേഷം ബ്ലാക്ക് E5 കളിക്കുന്നു. നമ്മൾ നൈറ്റ് ടു F3 കളിച്ച് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ പൗണിനെയും അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റ് C6 കളിച്ച് ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നു. ഇതിനുശേഷം നമ്മൾ ബിഷപ്പ് ടു B5 കളിച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതിനെയാണ് റൂയി ലോപ്പസ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ബ്ലാക്കിൻ്റെ മൂവാണ്. അതിനുശേഷം ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ മൂവോടെ കളി ബെർലിൻ ഡിഫൻസിലേക്ക് എത്തി. വൈറ്റ് അടുത്തതായി കാസ്റ്റിൽ ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ E4ലുള്ള പൗണിന് ഒരു സപ്പോർട്ടും ഇല്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് ആ പൗണിനെ വെട്ടിയെടുക്കുന്നു. നമ്മൾ പൗൺ ടു D4 കളിക്കുന്നു. ഇവിടെ ബ്ലാക്ക് E5ലുള്ള പൗൺ വെച്ച് വൈറ്റിൻ്റെ D4ലുള്ള പൗണിനെ വെട്ടിയെടുക്കുന്നു. അടുത്തതായി വൈറ്റ് റൂക്കിനെ E1ലേക്ക് മൂവ് ചെയ്ത് ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് വന്നതുകൊണ്ട് തന്നെ ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ വൈറ്റ് ക്യൂൻ വെച്ച് ബ്ലാക്കിൻ്റെ D4 പൗണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇതിനുശേഷം ബ്ലാക്ക് ഏറ്റവും കൂടുതൽ കളിക്കാൻ ചാൻസ് ഉള്ള മൂവ് എന്ന് പറയുന്നത് A6 ആണ്. ബ്ലാക്കിന് ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് നമ്മുടെ ക്യൂനിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ബ്ലാക്കിൻ്റെ നൈറ്റ് ഇപ്പോൾ വൈറ്റ് ബിഷപ്പിൻ്റെ പിന്നിങ്ങിലാണ്. അപ്പോൾ ആ നൈറ്റിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കളിക്കാൻ സാധ്യതയുള്ള മൂവ് എന്ന് പറയുന്നത് പൗൺ ടു A6 ആണ്. ഇപ്പോൾ നമ്മുടെ ബിഷപ്പിനെതിരെ അറ്റാക്കാണ്. നമ്മൾ നമ്മുടെ ബിഷപ്പ് വെച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് പൗൺ വെച്ച് ക്യാപ്ചർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നൈറ്റ് ടു G5 കളിക്കുന്നു. ഇവിടെ ബ്ലാക്ക് ഏറ്റവും കൂടുതൽ കളിക്കാൻ ചാൻസ് ഉള്ള മൂവ് എന്ന് പറയുന്നത് ക്യൂൻ ടു F6 ആയിരിക്കും. ഒരു ക്യൂൻ എക്സ്ചേഞ്ച് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാം എന്ന രീതിക്ക്. പക്ഷേ നമ്മളിവിടെ ഒരു ക്യൂൻ എക്സ്ചേഞ്ചിന് പോകുന്നില്ല. നമ്മളിവിടെ കളിക്കാൻ പോകുന്നത് ക്യൂൻ സാക്രിഫൈസ് ആണ്. നമ്മൾ നമ്മുടെ നൈറ്റ് വെച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അങ്ങ് ക്യാപ്ചർ ചെയ്യുന്നു. അപ്പോൾ ബ്ലാക്ക് ആക്രാന്തം കയറി ബ്ലാക്കിൻ്റെ ക്യൂനിനെ വെച്ച് വൈറ്റിൻ്റെ ക്യൂനിനെ ക്യാപ്ചർ ചെയ്താൽ ബ്ലാക്കിൻ്റെ കാര്യം കട്ടപ്പോകുകയാണ്. കാരണം ഇതിന് ശേഷം നൈറ്റ് ടു F6 ചെക്കാണ്, ഡബിൾ ചെക്കാണ്. കിങ്ങിനെ മൂവ് ചെയ്യാതെ വേറെ വഴിയില്ല. കിങ് D8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതിനുശേഷം റൂക്ക് E8ലേക്ക് വരുന്നതോടെ ചെക്ക്മേറ്റ് ആകുന്നു. ഇതാണ് റിയോ ഗാംബിറ്റ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇത് ബിഗിനർ പ്ലേയേഴ്സിനെതിരെയും ഈ ട്രാപ്പ് അറിയാത്തവർക്കെതിരെയും വർക്കാകും. നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് കറക്റ്റായിട്ടുള്ള മൂവുകൾ ചെയ്താൽ ഈ ട്രാപ്പ് നമുക്ക് തന്നെ തിരിച്ചു പണിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാപ്പിൻ്റെ ഫുൾ വാരിയേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അതും കൂടെ ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും മറ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത ട്രാപ്പുമായി വീണ്ടും വരാം.